എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പോർഷൻ ട്രാക്കർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാങ് ആവുക, സ്റ്റക്കായി നിൽക്കുക, ചിലപ്പോൾ അറ്റൻഡൻസ് ഇടാൻ പറ്റാതെ വരിക, സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെ സ്റ്റക്കായിരിക്കുന്ന സമയങ്ങളിൽ പലരും ഗ്രൂപ്പിലൊക്കെ അറിയിക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് ആയാലും സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ തിരിച്ച് ചെയ്യാൻ പറയുന്നത് ക്ലിയർ ഡാറ്റ ചെയ്ത് പെർമിഷൻ കൊടുക്കുക എന്നാണ് പറയുക. അപ്പം ഇത് പലരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലരൊന്നും അത് ഫോളോ ചെയ്യാറില്ല. അപ്പം മറന്നു പോകും. ഒരിക്കൽ ചെയ്ത് പഠിക്കും, പിന്നെ ചെയ്യില്ല. അങ്ങനെ മറന്നു പോയിട്ട് പലർക്കും ഈ സ്റ്റെപ്സ് ഓർമ്മയുണ്ടാവില്ല. പിന്നെ അതുപോലെ പുതിയതായിട്ട് വന്ന ടീച്ചർമാരുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ അറിവുണ്ടാവില്ല. അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ ഈ സ്റ്റെപ്സ് മറന്നുപോയ ആൾക്കാർക്കും വേണ്ടിയിട്ട്, ടീച്ചർമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് പോർഷൻ ട്രാക്കറുടെ ഒരു ഐക്കൺ ഉണ്ടാവും. പോർഷൻ ട്രാക്കറിൻ്റെ ഐക്കണിൽ ഒന്ന് ഞെക്കി പിടിക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അമർത്തി പിടിക്കുക. അപ്പോൾ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും. ആ ആപ്പ് ഇൻഫോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ചില ആൾക്കാർക്ക് ആപ്പ് ഇൻഫോ എന്നുണ്ടാവില്ല. ഈ ആപ്പ് ഇൻഫോൻ്റെ സൈഡിൽ ഒരു റൗണ്ടിൽ ഒരു ഐ കാണുന്നില്ലേ, ആ ഐ സിമ്പിൾ മാത്രം, റൗണ്ടിലുള്ള ഐ സിമ്പിൾ മാത്രമേ ചിലർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ ഐയിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ക്യാഷ്, ചിലവരുടെ ഫോണിൽ വെറും സ്റ്റോറേജ് എന്നേ ഉണ്ടാവുള്ളൂ. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ക്ലിയർ സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ കാണാം യൂസർ ഡാറ്റ, ക്യാഷ് മെമ്മറി രണ്ടും കാണിക്കുന്നുണ്ട്. ഇത്ര KB ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്ലിയർ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ആപ്പ് ഡാറ്റ എന്ന് ചോദിക്കും. പല ടീച്ചേഴ്സിനും എത്ര പറഞ്ഞു കൊടുത്താലും ഒരു പേടിയുണ്ട്, ഞങ്ങൾ ചെയ്തു വെച്ച ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോവോ, ഓക്കെ അടിച്ച എല്ലാം ഞങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ പോകുമോ എന്നുള്ളൊരു പേടി കാരണം പലരും ഇതിപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഇത് ഡിലീറ്റ് ആവുമൊന്നുമില്ല. ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി സ്റ്റോർ ആയിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ക്ലിയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ ഡാറ്റയും അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന ഓരോ ഇൻഫർമേഷൻസും ഒരു ക്ലൗഡ് സെർവറിലേക്കാണ് സേവ് ചെയ്യുക. അത് നമ്മൾ ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ അതാത് സെൻറ്ററിൻ്റെ ഡാറ്റ ആ ലോഗിനിലേക്ക് സിങ്ക്രണൈസ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ആ വന്ന് കിടന്ന ആ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഹാങ് ആവുന്നതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെമ്മറി സ്പേസ് ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്ത ഡാറ്റ ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഓക്കെ അടിക്കാം. ചിലർക്ക് ഡിലീറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ യൂസ് ചെയ്ത യൂസർ ഡാറ്റയും ക്യാഷ് ഡാറ്റയും രണ്ടും 0 എന്നായിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ മെമ്മറി ക്ലിയർ ആയെന്നാണ്. ഇനി ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ഒരു ആരോ ഉണ്ട്, ബാക്കോട്ട് പോകാനുള്ള ആരോ. ആ ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പെർമിഷൻസ് എടുക്കുക. ചിലവരുടെ ഫോണിൽ ആപ്പ് പെർമിഷൻസ് എന്നായിരിക്കും. ആ പെർമിഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ക്യാമറയ്ക്ക്, ലൊക്കേഷന്, അതുപോലെ തന്നെ സ്റ്റോറേജിനും പെർമിഷൻസ് കൊടുക്കണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പോർഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് FRS ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നത്, അതുപോലെ തന്നെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഫോണിലെ സ്റ്റോറേജാണ് നമ്മൾ നമ്മുടെ ഈ അംഗൻവാടിയിലെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ സേവ് ആവുന്നത് ക്ലൗഡ് സെർവറിലേക്കാണെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസിലേക്കാണ് വരിക. അപ്പോൾ ആ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് അതിനൊരു പെർമിഷൻ നമ്മൾ കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫോണിലെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫോണിലെ ക്യാമറയ്ക്കും അതുപോലെ തന്നെ സ്റ്റോറേജിനും ലൊക്കേഷനും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഈ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷന് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചില സമയത്ത് നിങ്ങൾക്ക് കാണാം ഫോട്ടോ എടുക്കുമ്പം ബാക്ക് അടിച്ച് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സ്റ്റോറേജിന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഈ 3 പെർമിഷൻ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ക്യാമറ എടുക്കാം. അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെയും ബാക്ക് ആരോ അടിക്കുക.
ലൊക്കേഷൻ എടുക്കുക, അലോ കൊടുക്കുക, ബാക്ക് ആരോ അടിച്ച് പുറത്ത് പോവുക, സ്റ്റോറേജ് എടുക്കുക, സ്റ്റോറേജിനും അലോ ആക്സസ് കൊടുക്കുക. അങ്ങനെ മൂന്നിനും ആക്സസ് കൊടുക്കുക. ചിലരുടെ ഫോണിൽ സ്റ്റോറേജിൻ്റെ കാണില്ല, അത് കുഴപ്പമില്ല, ക്യാമറയ്ക്ക് ലൊക്കേഷനും കൊടുക്കുക. ചിലരുടെ ഫോണിൽ നമ്മളിപ്പോൾ ഈ ഓരോന്നും എടുത്ത് അലോ എന്ന് കൊടുക്കുന്നതിന് പകരം ഈ മൂന്നെണ്ണം ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നേരെ ഒരു ഓഫ് ഓൺ എന്നുള്ള ബട്ടണായിരിക്കും ഉണ്ടാവുക. ഓഫായിട്ടുള്ളതൊക്കെ ഓൺ ആക്കിയിടാൻ ഇടുക. അങ്ങനെയാണ് ചില ടൈപ്പ് ഓഫ് ഫോണിലുണ്ടാവുക. ഇത്രയും ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ച് പോയി പോർഷൻ ട്രാക്കർ എടുക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാരുടെ ഫോണിൽ നമ്മളിപ്പോൾ ഈ നേരത്തെ ചെയ്ത പോലെ ഞെക്കി പിടിച്ച് ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ റൗണ്ടിലുള്ള ഐ സിമ്പൽ എടുത്തിട്ടാണല്ലോ നമ്മൾ ക്ലിയർ സ്റ്റോറേജ് ചെയ്യുക. പക്ഷേ ചിലരുടെ ഫോണിൽ ആപ്പ് ഇൻഫോയോ ഐ സിമ്പലോ ഉണ്ടാവില്ല. ചിലരുടെ ഫോണിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പം ഒരു ക്രോസ് മാർക്കാണ് ഉണ്ടാവുക, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഫോണിൻ്റെ സെറ്റിങ്സ്. ആ ഫോൺ സെറ്റിങ്സിൽ നമുക്കിപ്പം ഇതെവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അതായത് ഈ ആപ്പ്, അതായത് എടുക്കേണ്ടത് ആപ്പ് മാനേജ്മെൻറ്റിലൊക്കെ പോയിട്ടാണ് എടുക്കേണ്ടത്. ആപ്സ് എടുക്കുക, ആപ്പ് മാനേജ്മെൻറ്റ് എടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. സെർച്ച് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, സെർച്ചിൽ പോയിട്ട് ആപ്പ് നടിക്കാം. അപ്പോൾ ആപ്സ് വരും, അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ് വരും, അങ്ങനെ വരും. ഞാനിപ്പോൾ ആപ്സ് കണ്ടു. റീസെൻ്റ്ലി ഓപ്പൺഡ് ആപ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ പോർഷൻ ട്രാക്കർ ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സി ഓൾ ആപ്സ് എടുക്കുക. അതിൽ നിന്ന് ABCD ഓർഡറിലാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യും. ABCD ഓർഡറിലാണ് ഉണ്ടാവുക. അതിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് പോർഷൻ ട്രാക്കറാണ്. അപ്പോൾ പോർഷൻ ട്രാക്കർ LMNOP ആ ഓർഡറിലാണ് ഉണ്ടാവുക. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു J എത്തിയിട്ടേ ഉള്ളൂ. LMP വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ട്രാക്കർ കണ്ടു. ഇനി ഇവിടുന്ന് പോർഷൻ ട്രാക്കർ എടുക്കുമ്പോൾ സെയിം നമ്മൾ നേരത്തെ ആപ്പ് ഇൻഫോ എടുത്തപ്പോൾ കിട്ടിയ സെയിം സ്ക്രീനിലെത്തി. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ ക്ലിയർ സ്റ്റോറേജും പെർമിഷനും കൊടുത്തു കഴിഞ്ഞു. ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ആപ്പ് ഇൻഫോ കിട്ടാത്തവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം കിട്ടാത്തവർ ഇതേപോലെ എടുത്തു കഴിഞ്ഞ് ഈ സ്ക്രീൻ കിട്ടിക്കഴിയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോറേജ് എടുത്ത് ക്ലിയർ സ്റ്റോറേജും കൊടുത്ത് പെർമിഷൻസും കൊടുക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാം. സ്റ്റോറേജ് എടുത്ത് ക്ലിയർ ഡാറ്റ ചെയ്യണം അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ ക്ലിയർ സ്റ്റോറേജ് ആണ്. ചില ഫോണുകളിൽ ക്ലിയർ ഡാറ്റ എന്നായിരിക്കും, ക്ലിയർ ഓൾ ഡാറ്റ എന്നുണ്ടാവും. എല്ലാം ഒന്ന് തന്നെയാണ്. ചിലരുടെ ഫോണിൽ ഈ സ്ക്രീനിൽ ഇവിടെ മേലെയായിട്ടൊന്നും ഉണ്ടാവില്ല, താഴെ നടുക്കായിട്ട് ഏറ്റവും ലോവസ്റ്റ് പോർഷനിൽ ക്ലിയർ ഡാറ്റ എന്ന് ചെറിയ അക്ഷരത്തിലുണ്ടാവുക. ഒരു റബ്ബറിൻ്റെ ഒരു സിമ്പലും ഉണ്ടാവും, ക്ലിയർ ഡാറ്റ എന്നും ഉണ്ടാവും. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് പല ഫോണിൻ്റെ മോഡലിനനുസരിച്ച് വ്യത്യാസം വരും. ബാക്കിയൊക്കെ ഒരുപോലെയാണ്. ഇപ്പോൾ ക്ലിയർ സ്റ്റോറേജും കൊടുത്ത് പെർമിഷനും കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ പോർഷൻ ട്രാക്കർ എടുക്കുക. പോർഷൻ ട്രാക്കറിൽ അംഗൻവാടി വർക്കർ എടുക്കുക. നമ്മളിപ്പോൾ ഫുൾ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് തുടങ്ങിയതുകൊണ്ട് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ അല്ല വരിക. ഒരു ആരോസ് വരും 3 പ്രാവശ്യം. ആ ആരോസിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും നമുക്ക് അറിയാൻ വേണ്ടി കുറച്ച് ടോപ്പിക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ചു നോക്കുക. നെക്സ്റ്റ് അടിച്ച് ആരോയിലടിച്ച് ഡൺ അടിക്കുക. നെക്സ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുക. പിന്നെ സാധാരണ പോലെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ സ്ക്രീൻ വരുമ്പം ആ ലോഗിൻ സ്ക്രീനിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ക്ലിയർ ഡാറ്റ ചെയ്ത് പെർമിഷൻ കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സേവ് ചെയ്ത് വെക്കണം. കാരണം എപ്പോഴും നമുക്ക് ക്ലിയർ ഡാറ്റ ആവശ്യമാണ്. താങ്ക് യു.